അസൈൻമെന്റുകൾ കൈകൊണ്ട് വ്യക്തമായി എഴുതിയും അസൈൻമെന്റ് സബ്മിഷൻ ഫോറം പൂരിപ്പിച്ച ആമുഖ പേജായി ഉൾപ്പെടുത്തിയും സമർപ്പിക്കേണ്ടതാണ്. അസൈൻമെന്റിന്റെ ഫോട്ടോ കോപ്പി, ടൈപ്പ് ചെയ്ത പ്രിന്റുകൾ, സ്കാൻഡ് കോപ്പി എന്നിവ സ്വീകാര്യമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇൻട്രൊഡക്ഷൻ. നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക, എന്നാലാണ് നമുക്ക് 2 മാർക്ക് ലഭിക്കുക. ബോഡി, ദെൻ അതിന്റെ സ്ട്രക്ചർ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ PG സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉടനെ തന്നെ BCom BBA UG കോഴ്സസിന്റെ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. സോ PGയിൽ നമുക്ക് MCOM ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് MCOM ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ BCom BBA MCOM ഈ 3 കോഴ്സസിനാണ് ഓൺലൈനായിട്ട് കോച്ചിങ്ങും അഡ്മിഷനും അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ PGയുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യമാണ് അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും റൂൾസ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടോ, അതോ സാധാരണ പോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമ്മൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ അതുപോലെയാണോ നമ്മൾ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്താലാണ് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടായിരുന്നു. സോ അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സിറ്റി അതിൻ്റെ നിയമാവലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റൂൾസ് റെഗുലേഷൻ. നിങ്ങൾ 15 മാർക്കിൻ്റെ ഒരു സെറ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ 15 മാർക്കിനെ അവർ എങ്ങനെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്ത് നൽകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള റൂളുണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. സോ ഇതറിഞ്ഞിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥാപനം BCom BBA MCOM ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ഡീറ്റെയിൽസിലോട്ട് പോകാം. യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് ഇതാണ്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിരന്തര മൂല്യനിർണ്ണയം, പഠിതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. നമ്മുടെ ഇന്റേണൽ മാർക്സ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 30 മാർക്സ് ഇന്റേണലും 70 മാർക്സ് എക്സ്റ്റേണലും നമ്മൾ എഴുതി മേടിക്കേണ്ടതാണ്. അപ്പോൾ ഈ 30 മാർക്സ് ഒരു സബ്ജക്റ്റിൻ്റെ ഇന്റേണലിൽ നമുക്ക് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും, അത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള. അപ്പോൾ ഇതാണ് നിരന്തര മൂല്യനിർണ്ണയം ഉത്തരവ്. ഓരോ സെമസ്റ്ററിലും ഒരു കോഴ്സിനായി പഠിതാക്കൾ 2 അസൈൻമെന്റുകൾ വീതം സമർപ്പിക്കണം. 2 അസൈൻമെന്റ് ഉണ്ടായിരിക്കും ഒരു സബ്ജക്റ്റിന്. 2 സെറ്റ് അസൈൻമെന്റുകൾക്കും വ്യത്യസ്ത അസൈൻമെന്റ് പേപ്പറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 2 അസൈൻമെന്റുകൾ വ്യത്യസ്ത അസൈൻമെന്റ് ചോദ്യ പേപ്പറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഓരോ സെറ്റ് അസൈൻമെന്റ് ചോദ്യ പേപ്പറുകളിലും 5 ചോദ്യങ്ങൾ വീതമുണ്ടാകും. ഫസ്റ്റ് സെറ്റിൽ 5 എണ്ണം, സെക്കൻഡ് സെറ്റിൽ 5 എണ്ണം. പഠിതാക്കൾക്ക് ഓരോ സെറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരു സെറ്റിൽ, രണ്ടാമത്തെ സെറ്റിൽ ഒരെണ്ണം. അങ്ങനെ ഒരു സബ്ജക്റ്റില് 2 അസൈൻമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സർവകലാശാലയുടെ നിരന്തര മൂല്യനിർണ്ണയം സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അസൈൻമെന്റ് ചോദ്യ പേപ്പറുകളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അസൈൻമെന്റുകൾ തയ്യാറാക്കേണ്ടതാണ്. റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. നമ്പർ 5, അസൈൻമെന്റുകൾ കൈകൊണ്ട് വ്യക്തമായി എഴുതിയും അസൈൻമെന്റ് സബ്മിഷൻ ഫോറം പൂരിപ്പിച്ച ആമുഖ പേജായി ഉൾപ്പെടുത്തിയും സമർപ്പിക്കേണ്ടതാണ്. അസൈൻമെന്റിന്റെ ഫോട്ടോ കോപ്പി, ടൈപ്പ് ചെയ്ത പ്രിന്റുകൾ, സ്കാൻഡ് കോപ്പി എന്നിവ സ്വീകാര്യമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അസൈൻമെന്റ് നിർബന്ധമായും എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ കോപ്പി,
ടൈപ്പ് ചെയ്ത പ്രിന്റുകൾ, സ്കാൻഡ് കോപ്പി എന്നിവ സ്വീകാര്യമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, ഒരുപാട് കുട്ടികൾ ചോദിച്ചാണെന്നു ടൈപ്പ് ചെയ്ത് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത്. ദെൻ ഓരോ സെറ്റ് അസൈൻമെന്റുകളും ചുവടെ പറയുന്ന പ്രകാരമാണ് മൂല്യനിർണ്ണയം നടത്തുക. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതനുസരിച്ച് നിങ്ങൾ എഴുതണം. ഇതാണ് നമ്പർ 1. ആദ്യത്തെ സെറ്റ് 1 വിവരണാത്മകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യനിൽ കാണാം. അതാണ് വിവരണാത്മകം. എസ് എ രീതിയിൽ നമ്മൾ എഴുതേണ്ട പരിപാടികളാണ്. അസൈൻമെന്റിന് ആകെ അനുവദിച്ചിട്ടുള്ള മാർക്ക് 15 മാർക്കാണ്. ആ 15 മാർക്ക് എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിതിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ടോട്ടൽ 15 മാർക്സ്. 15 മാർക്സിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക, എന്നാലാണ് നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുക. അതിനുശേഷം അതിൽ ബോഡി, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി, അതാണ് വിശദീകരണം. അതിന് 6 മാർക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മാർക്ക് നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് എന്നുള്ളതാണ്. ദെൻ മൊത്തത്തിലുള്ള വ്യക്തത, ശൈലി, ഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പാരഗ്രാഫ് തിരിച്ചെഴുതുക. ഒരു പാരഗ്രാഫിൽ കറക്റ്റായിട്ടൊരു കണ്ടന്റ് അതിലുണ്ടായിരിക്കണം. ഇപ്പം നമ്മളൊരു പാരഗ്രാഫിൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ ആ പാരഗ്രാഫിൽ ഒരു പോയിന്റ്, ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് വെറുതെ പാരഗ്രാഫ് തിരിച്ചെഴുതലല്ല. അപ്പോഴാണ് അവിടെ വ്യക്തത, മൊത്തത്തിലുള്ള വ്യക്തത, ശൈലി, ഘടന, സ്ട്രക്ചർ, ഇതൊക്കെ അതിൻ്റെ ബേസിൽ 3 മാർക്സ് അവിടെ വരുന്നു. നെക്സ്റ്റ് വ്യക്തമായ നിഗമനം 2 മാർക്ക്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈനലി കൺക്ലൂഷൻ വയ്ക്കണം. നമ്മളിത് എഴുതിയത് അപ്പോൾ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ബോഡി, ദെൻ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും, കൺസെപ്റ്റിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അതിൻ്റെ ബേസിൽ 3 മാർക്സ്. പ്രോപ്പറായിട്ടുള്ള ഒരു നിഗമനം, അതാണ് കൺക്ലൂഷൻ വയ്ക്കണം, അതിന് 2 മാർക്സ്. ദെൻ ഫൈനലി റഫറൻസ്. അപ്പോൾ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽ നോക്കി അങ്ങനെയാണോ എഴുതേണ്ടത്? അല്ല, റഫറൻസ് നമ്മൾ കുറച്ച് ബുക്സ് റെഫർ ചെയ്ത് അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഓൺലൈനായിട്ടോ ഏത് രീതിയിലോ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതാണ് റെഫറൻസുകൾ. ഇപ്പം നമ്മൾ ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ബുക്കുകളുടെ പേര് റെഫർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ റെഫറൻസ് ലിസ്റ്റ് കാണിക്കണം. അത് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ 2 മാർക്ക് അവിടെ പോയി. റെഫറൻസ് വെച്ചില്ലെങ്കിൽ 2 മാർക്ക് പോയി. കൺക്ലൂഷൻ വെച്ചില്ലെങ്കിൽ 2 മാർക്ക് പോയി. ഇൻട്രൊഡക്ഷൻ എഴുതിയില്ലേ, വെറുതെ സബ്മിറ്റ് ചെയ്ത് 2 മാർക്ക് പോയി. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ 15 മാർക്ക് ഒരു അസൈൻമെൻറ്റിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ, കറക്റ്റായിട്ടുള്ളൊരു ബോഡി, അതിൽ സ്ട്രക്ചറൈസ് ചെയ്ത് കൊടുക്കുക, പാരഗ്രാഫൊക്കെ തിരിച്ച് അതിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. ദെൻ കൺക്ലൂഷൻ, ദെൻ റെഫറൻസ്. ഓക്കെ, ഇനി വരുന്നത് വിശകലനം, അനലറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടാണ് രണ്ടാമത്തെ. അത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങളാണ് വരാം. അതിനും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. അത് കുറച്ചും ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജിയിലാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് വേറെ, മനസ്സിലായോ? അപ്പോൾ അവിടെയും എന്താണ്, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ 2 മാർക്സ്, വിമർശനാത്മകമായ അന്വേഷണം, ആശയങ്ങൾ രൂപപ്പെടുത്തൽ, വിശകലനം, ചിത്രീകരണങ്ങൾ, നമുക്ക് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഇത് കുറച്ചും കൂടി അനലറ്റിക്കൽ ആയതുകൊണ്ടാണ് ആ രീതിയിൽ. മൊത്തത്തിലുള്ള വ്യക്തത, ശൈലി, ഘടന, അതിന് 3 മാർക്സ്, വ്യക്തമായ നിഗമനം, കൺക്ലൂഷൻ, റെഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കൺക്ലൂഷൻ ഹെഡിങ് കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ കൺക്ലൂഷൻ തന്നെ ആയിരിക്കണം. ഇൻട്രൊഡക്ഷൻ വയ്ക്കുമ്പോൾ അത് ഇൻട്രൊഡക്ഷൻ തന്നെ ആയിരിക്കണം. കറക്റ്റായിട്ട് പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ പറ്റണം. റെഫറൻസ് ലിസ്റ്റുകൾ വെച്ച് അതിന് അല്ലേ എങ്ങനെയാണ് റെഫറൻസ് വെക്കുക, ഓതറിൻ്റെ പേര്, ആ ബുക്ക്, പബ്ലിഷ് ചെയ്ത ഡീറ്റെയിൽ, അതിൽ നിന്ന് റെഫർ ചെയ്തിട്ട് തന്നെ ഇരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതണ്ടേ. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് സബ്മിഷൻ എന്ന് പറയുന്നത് സിമ്പിളല്ല, അത്യാവശ്യം എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കിൽ നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. BCom, BBA, MCom ഈ 3 കോഴ്സസിന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് സപ്പോർട്ടുകൾ നമ്മുടെ അവിടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സബ്ജക്റ്റ് നമ്മുടെ ആപ്പിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം അസൈൻമെൻറ്റ് ഓൺലൈനായോ ഓഫ്ലൈനായോ സമർപ്പിക്കാവുന്നതാണ്.
ഓൺലൈൻ മോഡ് വഴിയാണ് അസൈൻമെന്റ് സമർപ്പിക്കുന്നതെങ്കിൽ അസൈൻമെന്റ് PDF ഫോമാറ്റിലോ വേർഡ് ഫോമാറ്റിലോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓഫ്ലൈൻ വഴിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അസൈൻമെന്റ് സമർപ്പണം ഫോമിനോടൊപ്പം ലേണർ സപ്പോർട്ട് കോർഡിനേറ്ററെ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ യു ക്യാൻ സബ്മിറ്റ് ഇറ്റ് ത്രൂ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. നമ്പർ 8, യൂണിവേഴ്സിറ്റിയെ അറിയിക്കുന്ന അവസാന തീയതിക്കകം അസൈൻമെന്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അവസാന തീയതിക്കകം അസൈൻമെന്റുകൾ സമർപ്പിക്കാൻ കഴിയാത്ത പഠിതാക്കൾക്ക് സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ തീയതിക്കകം കോഴ്സ് ഒന്നിന് 100 രൂപ ഫൈനോട് കൂടെ അസൈൻമെന്റുകൾ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, 100 രൂപ. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിലും സമർപ്പിക്കാൻ സാധിക്കാത്ത പഠിതാക്കൾ പ്രോഗ്രാം കാലയളവിനുള്ളിൽ കോഴ്സ് ഒന്നിന് 250 രൂപ ഫൈനോടെ അസൈൻമെന്റുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കൂടി പൈസ. ദെൻ പ്രോഗ്രാം വിജയിക്കുന്നതിന് ഓരോ കോഴ്സിനും ഓരോ സെമസ്റ്ററിലും 2 അസൈൻമെന്റുകൾ വീതം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. 2 വയ്ക്കണം. 2 സെറ്റ് അസൈൻമെന്റുകളും സമർപ്പിക്കാത്ത പഠിതാക്കളുടെ സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതല്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഓക്കെ, പഠിതാവ് ഒരു അസൈൻമെന്റ് സമർപ്പിക്കുകയും അതിന് മാർക്ക് നൽകുകയും ചെയ്താൽ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനോ മറ്റു കാരണങ്ങളാലോ പകരം മറ്റൊരു അസൈൻമെന്റ് സമർപ്പിക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. മനസ്സിലായോ? പഠിതാവ് ഒരു അസൈൻമെന്റ് സമർപ്പിക്കുന്നു, അതിന് മാർക്ക് നൽകുകയും ചെയ്താൽ, അതിന് മാർക്ക് കിട്ടി, പിന്നെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് വേറെ ക്വസ്റ്റ്യൻ തരില്ല. നിങ്ങൾക്ക് 2 അസൈൻമെന്റ് കിട്ടിയെങ്കിൽ 2 വെച്ചാൽ ഇനി കാര്യമുള്ളൂ. അസൈൻമെന്റുകൾക്ക് മൂല്യനിർണ്ണയത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വീണ്ടും ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. ദെൻ ഫൈനലി സർവകലാശാല അറിയിക്കുന്ന തീയതികളിൽ അസൈൻമെന്റുകൾ മാർക്കുകൾ ലേണർ സപ്പോർട്ട് സെന്ററുകളിൽ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ ഇത് സംബന്ധിച്ച് പഠിതാക്കളുടെ പരാതികൾ അതാത് അക്കാഡമിക് കൗൺസിലർമാരോട് ബോധിപ്പിക്കുന്നതും LSC കോർഡിനേറ്റർ മുമ്പാകെ ഇതിനായി നിശ്ചയിച്ചിരിക്കുന്ന തീയതികളിൽ പരാതി എഴുതി സമർപ്പിക്കേണ്ടതുമാണ്. അവസാന ഘട്ടം എന്ന നിലയിൽ LSC കോർഡിനേറ്റർക്ക് നൽകിയ പരാതിയിൽ മേലുള്ള തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ പഠിതാക്കൾക്ക് നേരിട്ട് സർവകലാശാല പരീക്ഷാ കൺട്രോൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്ക് പോരാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ കോർഡിനേറ്റർക്ക് കൊടുത്തിട്ട് വലിയ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കോർഡിനേറ്റർക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെടാത്ത പരാതികൾ സർവകലാശാല തലത്തിൽ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ആദ്യം കോർഡിനേറ്റർ അവിടെ നീതി കിട്ടിയില്ലെങ്കിലാണ് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റിലേറ്റഡ് വിത്ത് അസൈൻമെന്റ്. അപ്പോൾ അസൈൻമെന്റിനെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു ഓരോ സബ്ജക്റ്റിനും ഇപ്പം MCOM ഓരോ സബ്ജക്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. BCom BBA MCOM ഇത് 3ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്യാവശ്യം ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിൽ ആപ്പിൽ നമ്മൾ അതിൻ്റെ അസൈൻമെൻറ്റ് സപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മുമ്പ് പറഞ്ഞാണ് ഈ 3 കോഴ്സിനും നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ട് പൂർണ്ണമായും നൽകുന്നതാണ് എന്നുള്ളത് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇതാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എന്ത് അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.